കഥ പുരമേച്ചിലും ശർക്കരപ്പായസവും. പറമ്പിൻ്റെ താഴെ അതിരിലുള്ള തോട്ടിൽ നാളുകളായി കുതിർത്തിട്ടിരിക്കുന്ന ഓലക്കെട്ട്. ഓരോ കെട്ടിലും കുറഞ്ഞത് 10 മടൽ ഓലയെങ്കിലും കാണും. രണ്ടായി കീറി നീളത്തിൽ അടുക്കിക്കെട്ടി തോട്ടിൽ കുതിർത്തിട്ടിരിക്കുന്ന ഈ ഓലക്കെട്ട് കുതിർന്നു വരാൻ കുറേ ദിവസങ്ങൾ എടുക്കും. തോട്ടിൽ തുണിയലക്കാൻ പാകത്തിന് വെള്ളമുള്ള സ്ഥലത്തായിരിക്കും എൻ്റെ അയൽവക്കക്കാർ എല്ലാ വർഷവും ഈ ഓലക്കെട്ടുകൾ കൊണ്ട് കുതിർക്കാനിടുന്നത്. കുതിർന്ന ഓലക്കെട്ടുകൾ വലിച്ച് ഞങ്ങളുടെ പറമ്പിലേക്ക് ഉണങ്ങാനിടും. വല്ലാതെ നാറുന്നു ഈ ഓലക്കെട്ടുകൾ. എന്നാൽ ഓലകൾ വെള്ളം തോർന്നാൽ അവർ ഉടനെ കൊണ്ടുപോയിക്കൊള്ളും. അതുകൊണ്ട് തന്നെ ആരും അവരെ വിലക്കാറില്ല. ഓല മെടഞ്ഞെടുക്കാൻ അവരുടെ ബന്ധുക്കൾ വന്ന് അവരെ സഹായിക്കും. അവർ പറയുന്ന വർത്തമാനങ്ങൾ കേൾക്കുവാൻ വല്ലപ്പോഴും ഞാൻ അവിടെ ചെന്ന് നിൽക്കാറുണ്ട്. അമ്മയ്ക്കത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് വേഗം ഞാൻ വീട്ടിലേക്ക് കയറിപ്പോരും. ഇരു വീടുകളും പറമ്പും വലിയ കയ്യാലകൾ കൊണ്ടോ മതിലുകൾ കൊണ്ടോ വേർതിരിച്ചിരുന്നില്ല. ചെറിയ ഒരു തിട്ട മാത്രം, അതും നടന്ന് കയറാവുന്ന വിധത്തിൽ. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിൽ നിന്നും പാർവതിയമ്മ വന്ന് എൻ്റെ അമ്മയെ വീട്ടുജോലികളിൽ സഹായിച്ചിരുന്നു. ഞാൻ അടുക്കളയുടെ വടക്കുവശത്തെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് അടുത്ത വീട്ടിലേക്ക് നോക്കി. ഇന്ന് അവരുടെ വീട്ടിൽ എന്തോ വിശേഷം നടക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കാനായി പാർവതിയമ്മ മുറ്റത്ത് അടുപ്പ് കൂട്ടി തീ കത്തിച്ച് അതിന്മേൽ വലിയ കലം വച്ചിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ നിന്ന് അവരോട് വിളിച്ചു ചോദിച്ചു, ഇന്ന് എന്താണ് അവിടെ വിശേഷം? പുരമേച്ചിലാണ് കുഞ്ഞേ, അലക്ഷ്യമായി മറുപടി പറഞ്ഞു. കുറേ ദിവസങ്ങളായി പാർവതിയമ്മയുടെ പ്രധാന ജോലി ഓല മെടയുന്നതായിരുന്നു. മെടഞ്ഞ ഓലക്കീറുകൾ മുറ്റത്ത് വലിയ അട്ടികളായി അടുക്കി വച്ചിട്ടുണ്ട്. ഇന്ന് അവരെ സഹായിക്കാൻ ആരുമില്ലേ? ഞാൻ മനസ്സിൽ ചിന്തിച്ചതേയുള്ളൂ. 2 സ്ത്രീകൾ അങ്ങോട്ട് കയറി വന്നു. അവരുടെ ബന്ധുക്കളായിരിക്കാം. പിന്നെ അങ്ങോട്ട് ധൃതി പണിയാണ്. നീളത്തിൽ വെട്ടിയെടുത്ത വാഴയിലകൾ മുറ്റത്ത് നിരത്തിയിട്ട് പച്ചക്കറികൾ അതിൽ നിരത്തി വെച്ചു. ഓരോന്നും സാമ്പാർ, അവിയൽ, തോരൻ ഇവയ്ക്ക് അരിഞ്ഞു തുടങ്ങി. അതിലൊരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, കുഞ്ഞേ, 2 പിച്ചാത്തി കൂടെ എടുത്തോണ്ട് വാ. രാവിലെ തന്നെ പാർവതിയമ്മ വലിയ കലങ്ങളും അമ്മ പായസമുണ്ടാക്കുന്ന ഉരുളിയും ഒക്കെ കൊണ്ടുപോയിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് കടന്നു വന്ന് 2 പിച്ചാത്തികൾ എടുത്തു. അമ്മയോട് പറഞ്ഞു, അപ്പുറത്ത് പച്ചക്കറി അരിയാൻ അവർ ചോദിച്ചതാ. കൊണ്ടു കൊടുത്തിട്ട് വേഗം വാ, വായി നോക്കി നിൽക്കാതെ പോയി വല്ലതും വായിച്ചു പഠിക്കേ. പിച്ചാത്തി കൊടുത്തിട്ട് ഞാൻ വേഗം അകത്തേക്ക് കയറിപ്പോയി. പഠിക്കാൻ പുസ്തകം തുറന്നു വെച്ചു. അവധി ദിവസം ആയതുകൊണ്ട് പഠിക്കാനും പകർത്തി എഴുതാനുമൊക്കെ ഒരുപാടുണ്ട്. കുറെ കഴിഞ്ഞ് ഞാൻ എൻ്റെ തുണികൾ കഴുകാൻ കിണറ്റുകരയിലേക്ക് പോയി. അവിടെ നിന്ന് വടക്കേ വീട്ടിലേക്ക് നോക്കി. മുറ്റത്ത് ആകെ പുക നിറഞ്ഞിരിക്കുന്നു. സ്ത്രീകൾ 3 പേര് ചേർന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും മറ്റും മണം മുറ്റം നിറഞ്ഞു നിൽക്കുന്നു. ഇതിനോടകം പുരയുടെ മുകളിലെ പണികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പഴയ ഓലകൾ മുഴുവനും ഇളക്കി മാറ്റി കഴിക്കോലുകൾ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ പുരയുടെ മേൽക്കൂര അസ്ഥികൂടം പോലെയുണ്ട്. കഴിക്കോലുകൾ പുക പിടിച്ച് കറുത്തിരിക്കുന്നു. ഒരു വരാന്തയും ഒരു മുറിയും അടുക്കളയും മാത്രമേ ഉള്ളൂ ഈ വീടിന്. പുരപ്പുറത്ത് 2-3 പേരുണ്ട്. ഒരാൾ താഴെ നിന്ന് ഓലക്കീറുകൾ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ തയ്യാറെടുക്കുന്നു. വെയിലോർത്തിട്ടാകാം എല്ലാവരും തലയിൽ തോർത്ത് കെട്ടിയിട്ടുണ്ട്. അമ്മ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ അകത്തേക്ക് കയറിപ്പോന്നു. ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പായസത്തിൻ്റെ മണം പരന്നു തുടങ്ങി. മണം കൊണ്ട് മനസ്സിലായി ശർക്കര പായസമാണ്. ഞാൻ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി. എൻ്റെ അമ്മ പിറന്നാളുകൾക്കും ഓണത്തിനും വയ്ക്കുന്ന അതേ പായസത്തിൻ്റെ മണം. വറുത്തുതൊലി കളഞ്ഞെടുത്ത ചെറുപയറും അതിനു സമം അരിയും ശർക്കരപ്പാനിയിൽ കിടന്ന് വേകുമ്പോൾ നീളമുള്ള ചട്ടകം കൊണ്ട് നീങ്ങി നിന്ന് ഇടയ്ക്കിടെ ഇളക്കി ഞാൻ അമ്മയെ സഹായിക്കാറുണ്ടായിരുന്നു. ആവശ്യത്തിന് തേങ്ങ ചിരുകി ഉരലിൽ ഇടിച്ച് ഈരിഴയൻ തോർത്തിൽ പിഴിഞ്ഞെടുത്ത് 1ഉം 2ഉം പാല് ക്രമത്തിൽ ചേർക്കുമ്പോൾ തന്നെ ഉരുളി നിറഞ്ഞിരിക്കും. തനിപ്പാല് ചേർക്കുമ്പോൾ നെയ്യിൽ വറുത്ത തേങ്ങ കൊത്ത്, ചുക്ക്, ജീരകം ഇവയും അല്പം നെയ്യും ഒപ്പം ചേർക്കും. ചിലപ്പോഴെങ്കിലും ഉരുളി നിറഞ്ഞ് തൂകും. ഉടനെ മറ്റൊരു പാത്രത്തിലേക്ക് കുറേ പകർന്നു മാറ്റും. പായസം റെഡിയായി കഴിഞ്ഞു. ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി. പാചകത്തിൻ്റെ പണികളെല്ലാം തീർന്നെന്ന് തോന്നുന്നു. പാർവതിയമ്മയും കൂട്ടുകാരും പഴയ ഓലകൾ മാറ്റി മുറ്റം തൂത്ത് വൃത്തിയാക്കുന്നു. പുരമേച്ചിലുകാർ പണി കഴിഞ്ഞ് താഴെ ഇറങ്ങി. ഇനി കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവർ പിരിഞ്ഞു പോകും. പുതിയ ഓലമേഞ്ഞ് വൃത്തിയാക്കിയ ചെറിയ വീടിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് നോക്കി. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വെയിലത്ത് മുടി കോതി ഉണക്കുന്ന പെണ്ണിനെ പോലെയുണ്ട്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കുറച്ച് പായസം പാർവതിയമ്മ മാറ്റി വച്ചിട്ടുണ്ടാകും ഞങ്ങൾക്ക് വേണ്ടി.